എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ദാ നിങ്ങൾക്ക് നമ്മളിങ്ങനെ ക്രിസ്മസിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക അല്ലേ? ഓരോ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി തീർക്കുക എല്ലാവരും. പെട്ടെന്ന് ക്രിസ്മസ് ആകാൻ. പക്ഷെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്. ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നല്ലേ? അതെ, ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു. അയ്യോ, അപ്പൊ ക്രിസ്മസിന് ഒരു 10 ദിവസം മുമ്പ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ആകെ ഒരു ഹറിബറി ആകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ സെറ്റ് ആക്കും അല്ലേ? നമുക്കെന്താ, നമ്മളെല്ലാം നല്ല പതിയെ പതിയെ ഒക്കെ പഠിച്ചു വരികയല്ലേ? എന്താ എല്ലാരും പഠിക്കല്ലേ? അതെ, എനിക്കറിയാം. എന്താ നമ്മളിൽ കാണുന്ന എല്ലാ പിള്ളേരും എന്റെ മക്കളൊക്കെ പഠിക്കുക എന്നുള്ളത് അല്ലേ? അതെ. അപ്പൊ ആരും പഠിക്കാണ്ടൊന്നും ഇരിക്കരുത്. അഥവാ ഇപ്പോഴും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊരു തോട്ടിൽ നിൽക്കണവര് ഒന്നൊന്ന് ആലോചിക്കുക. നമുക്കിനി അധികം ദിവസങ്ങളില്ല, കൂടി വന്ന ഒരു 10, 15, 20 ദിവസങ്ങൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേഗം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണോ അല്ലേ? അപ്പൊ നമ്മൾ എക്സാമിന് ഒരു 2-3 ദിവസം മുമ്പ് റിവിഷൻ കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് കൂളാണ് നമ്മൾ അല്ലെ? കൂളായിട്ട് എക്സാം അങ്ങോട്ട് എഴുതാം. എന്തിനാ ടെൻഷൻ? അതെ. അപ്പൊ മിസ് ഇന്ന് എന്താ ഇവിടെ വന്നേക്കുന്നതെന്ന് അറിയോ? നമ്മുടെ ക്ലാസ് 10th സെക്കൻഡ് ചാപ്റ്റർ ആയ ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനാണ് കേട്ടോ. സോറി, പഠിക്കാനല്ല, പഠിപ്പിക്കാൻ. പക്ഷെ പഠിത്തം എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കാല്ലേ വേണ്ടത്. എന്താണ് കണ്ടന്റ്, അത് അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ അതിനെ പഠിത്തം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഓക്കെ, അപ്പോ ലെൻസസ് നമുക്ക് ഇങ്ങനെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഓരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് ലെൻസസിനെ കുറിച്ച് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പൊ മിസ് ആദ്യം ലെൻസസിനെ കുറിച്ച് പറയാം. നിങ്ങള് എന്താ പറയാ, നമ്മുടെ ടോയ്സിലൊക്കെ ലെൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവോ? നമ്മൾ ടോയ്സിലൊക്കെ ലെൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണാടിയിലൊക്കെ നമ്മൾ ലെൻസസ് യൂസ് ചെയ്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിങ്ങനെ പഠിക്കാം, ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിച്ച് പോകാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ടോയ്സ്, സ്പെക്ടക്കിൾസ്, ക്യാമറ. ഓക്കെ, നമ്മളെല്ലാവരും യൂസ് ചെയ്യണ ക്യാമറാസിലൊക്കെ എന്താ ലെൻസസ് ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് തന്നെ 2-3-4 പിള്ളേര് ഇനി ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ ഉള്ളത്. അവരൊന്ന് ചോദിക്കാം, എന്ത് ദൂരെയാണല്ലേ? ഹൗ ഫാർ ആർ ദ സ്റ്റാർസ്? ദേ ക്യാൻ ബി സീൻ വെരി ക്ലോസ് വെൻ വ്യൂ ത്രൂ ദിസ്. അതെ, നമ്മൾ ആ കുട്ടികൾ ഇങ്ങനെ നമ്മുടെ ഇതിൽ കൂടി നോക്കുമ്പോഴേക്കും നമ്മുടെ ആസ്ട്രോണമിക്കൽ ഇതിലൊക്കെ കൂടി നോക്കുമ്പോഴേക്കും എന്താ പറയുക, ഈ ടെലിസ്കോപ്പിൽ കൂടി നോക്കുമ്പോഴേക്കും എന്താ നമുക്ക് ദൂരെ ഉള്ളത് എന്താ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുക അല്ലെ? എത്ര ദൂരെയല്ലേ എക്സ്റ്റാറൊക്കെ? പണ്ടൊക്കെ അച്ഛന്മാരല്ല, അമ്മമാരാണ് മെയിനായിട്ട്. അമ്മമാര് പറയില്ലേ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും, അപ്പം നല്ല ഫുഡ് കഴിച്ചാൽ ഞാൻ അമ്പിളിമാമനെ കൊണ്ടുവന്ന തരാട്ടോ എന്നൊക്കെ പറയില്ലേ? അന്ന് നമ്മൾക്ക് അത് അറിയില്ലെന്നോ, അത് അത്രയും ദൂരമുള്ള സാധനമാണ്, നമുക്കത് കയ്യെത്തും ദൂരത്ത് കിട്ടില്ല എന്നുള്ള. പക്ഷെ നമ്മുടെ പാരൻസ് എന്ത് ചെയ്യും? നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് പറ്റിക്കോല്ലേ? പക്ഷെ എന്താ, ഇപ്പൊ നമുക്ക് അറിയാലേ അതൊക്കെ ദൂരെയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് ടെലിസ്കോപ്പിൽ കൂടി നോക്കുമ്പോഴെന്തായിരിക്കും? നമുക്ക് അടുത്തായിട്ട് തോന്നും അല്ലേ? അതെ. ഹൗ ഡസ് എ ടെലിസ്കോപ്പ് മേക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്ട് അപ്പിയർ സോ ഡിസ്റ്റന്റ് ആൻഡ് ക്ലോസ്? നമുക്കറിയാം അത്രയും ദൂരെ ഇരിക്കുന്ന സാധനം ഇത് എങ്ങനെയാണ് അടുത്ത് കാണിക്കുക അല്ലെങ്കിൽ ദൂരെന്ന് കാണിക്കുക? ഇതൊക്കെ എങ്ങനെ നടക്കുക അല്ലേ? അതെ, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടാണ് മിസ് ഒന്ന് ജസ്റ്റ് ഫോർ ഇൻട്രൊഡക്ഷൻ, എന്താണ് ലെൻസ്, അതൊക്കെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ടേംസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് കേൾക്കണം കേട്ടോ. ആരും എന്താ ചടഞ്ഞുകൂടി ഒന്നും ഇരുന്ന് കേൾക്കരുത്. കാരണം എന്താ, നമുക്ക് നല്ല എനർജിയിൽ ഇരുന്നാലും എന്താ നമുക്ക് അത്രയും സ്പീഡിൽ പഠിക്കാനൊക്കെ പറ്റും. പഠിക്കാനല്ല, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്കത് പറഞ്ഞായിരുന്നു, ലെൻസ് ഒക്കെ ഓരോ സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ടോയ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്പെക്ടക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ക്യാമറാസ്, ഇവിടെയൊക്കെ ലെൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ അതേ നോക്കിയേ, നമുക്ക് ആദ്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഇതൊരു പേപ്പറാട്ടോ. എന്താണ്? പേപ്പറാണ്. ആ പേപ്പറിൽ എന്ത് ചെയ്തു? ഒരു മിറർ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു മിറർ ഇങ്ങനെ വെച്ചിട്ട് ഗ്ലാസ് വെച്ച് ഇങ്ങനെ നോക്കാം. ഗ്ലാസ്സിൽ ഇങ്ങനെ നോക്കുക. അപ്പൊ ലൈറ്റ്സ് വന്ന് ഇങ്ങനെ വീഴാണ്, ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടി പോകുന്നു, ഒന്നും നടക്കുന്നില്ല. അതിൽ കൂടി ഇങ്ങനെ കടന്ന് എന്ത് ചെയ്തു? ഈ പേപ്പറിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഓക്കെ, പേപ്പറിലേക്ക് വന്ന് വീഴുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. നമുക്കറിയാം ഓഫ്കോഴ്സ് അവിടെ എന്ത് ലൈറ്റ് ആണോ ആ ലൈറ്റിന്റെ ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓഫ്കോഴ്സ്. പക്ഷേ
നമ്മുടെ എന്താ നമ്മളിങ്ങനെ കാണില്ലേ, എന്ത് ക്ലാസ് ആണ് പേര്, ആ ക്ലാസ്സിന്റെ പേര് അറിയണേ. അപ്പൊ നമ്മളെന്താ നമ്മുടെ ഒരു എന്താ പേപ്പറിന്റെ ഗ്ലാസ് ഷീറ്റിൽ കൂടി പോയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഗ്ലാസ് ഷീറ്റിൽ ആ ലൈറ്റ്സ് വന്ന് നല്ല രീതിക്ക് കാണാൻ പറ്റി. നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനത്തെ ഒരു ലെൻസ് എടുത്തു. ആ ലെൻസ് ഇങ്ങനെ ലെൻസ് വന്ന് വീഴാട്ടോ. ലെൻസ് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് നോക്കി, ഈ ലെൻസിൽ കണ്ടോ ലൈറ്റ്സ് വന്ന് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ വന്ന് വീണ് പക്ഷെ ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ പോയിന്റിൽ എത്തുമ്പോൾ കണ്ടോ ആ പോയിന്റിലേക്ക് എത്തുന്നു. ആ പോയിന്റിൽ എത്തുമ്പോഴേക്കും എന്തായി, കുറെ നേരം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കത്ത് പിടിക്കും അല്ലെ. എന്താണ് കത്ത് പിടിക്കും, അതായത് ലൈറ്റ്സ് ഒക്കെ കൂടി ഒരു സ്ഥലത്ത് വന്ന് വീണ് അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു, അത് അത്രയും ഇന്റൻസ് ആയിട്ടുള്ളൊരു ലൈറ്റാ അല്ലെ. അപ്പൊ ആ ലൈറ്റ്സ് വന്ന് ഇങ്ങനെ വന്ന് ആ പേപ്പറിലേക്ക് വീഴുമ്പോൾ കുറച്ച് നേരം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ കത്തും. നമ്മുടെ വെള്ളിമുങ്ങ സിനിമ കണ്ടിട്ടില്ലേ, നമ്മുടെ ബിജു മേനോന്റെ, അതിനകത്ത് കുട്ടികളൊക്കെ കൂടി ബിജു മേനോനിട്ട് ഒരു 8ന്റെ പണി കൊടുക്കണ്ടല്ലോ, ഇങ്ങനെ ലൈറ്റ്സ് വന്ന് തീയൊക്കെ കൊടുത്താ ഓർക്കണല്ലേ. അതേപോലെ ഒരു 8ന്റെ പണി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്റ്റിൽ എന്താ, ഈ ലെൻസിലേക്ക് എന്ത് ചെയ്തു, ലൈറ്റ്സ് വന്ന് വീഴുമ്പോൾ എന്ത് സമയം, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എന്തൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ തീ ഉണ്ടായി കത്ത് പിടിക്കുന്നു അല്ലെ, കത്ത് പിടിക്കുന്നു. ഓക്കെ, അപ്പം എന്താ, it seems that the size of the illuminated part does not change whether the glass sheet is near or far the paper. Do the same act using reading lens. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ ഇതെന്താ, ഇത് ഞാനിവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം, അതായത് ഈ ഡിസ്റ്റൻസ് മാറ്റി, അതായത് ഇതിന്റെ ഡിസ്റ്റൻസ് മാറ്റിയാലോ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, വരില്ല. കാരണം എന്താ, ഇത് കയറ്റി വെച്ചാലും ഇതിൽ കൂടെ ലൈറ്റ്സ് റിഫ്ലക്ട് ചെയ്ത് പോകും, ഇറക്കി വെച്ചാലും ഒരേപോലെ തന്നെ അല്ലേ, പ്രത്യേകിച്ച് ഒന്നും മാറ്റം വന്നില്ല. ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റ് നമ്മൾ ലെൻസ് വെച്ച് എന്ത് കിട്ടി, നോട്ട് ദാറ്റ് വെൻ ദ ലെൻസ് ഈസ് ഹെൽഡ് അറ്റ് എ സ്പെസിഫിക് ഡിസ്റ്റൻസ് ഫ്രം ദ പേപ്പർ, the size of the illuminated area is gradually reduced and the intensity of light at the area increase. Hold the lens at a point for a longer time, we can see the paper smoldering and catching fire. അതെ, നമ്മളിപ്പോൾ പേപ്പർ ഇങ്ങനെ ഡിസ്റ്റൻസ് മാറ്റി ഇങ്ങനെ വെച്ച് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചു. അപ്പം നമുക്കറിയാം ആ പർട്ടിക്കുലർ പൊസിഷനിൽ വെക്കുമ്പോൾ ലൈറ്റ്സ് ഒക്കെ കൂടി ആ പേപ്പറിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, അത്രയും ഇൻറ്റൻസ് ഏരിയ അവിടെ കുറേ അല്ല, ഒരു കുഞ്ഞ് ഏരിയയിലേക്കല്ല ലൈറ്റ്സ് വന്ന് വീഴുന്നതും, ആ കുഞ്ഞ് ഏരിയയിൽ എന്ത് സംഭവിക്കും, ഒരു ബേണിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം അത്രയും ഇൻറ്റൻസ് ലൈറ്റ്സ് ആണ് വന്ന് എന്ത് വീഴുന്നത്, ആ പേപ്പറിലേക്ക് വന്ന് വീഴുന്നത് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലായി, സാധാ ഗ്ലാസ് ഷീറ്റ് എടുത്തപ്പോഴേക്കും നമുക്കൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല. അവിടെ നിന്ന് വന്ന ലൈറ്റ് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഷീറ്റിലേക്ക് വന്ന് വീഴുന്നു. ഓക്കെ, സെറ്റ്. വൺസ് വി യൂസ് എ ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു, അതായത് ആ ഡിസ്റ്റൻസ് മാറ്റിയപ്പോഴേക്കും ഫോക്കസ് മാറി, അതിനനുസരിച്ച് ആ പർട്ടിക്കുലർ പോയിന്റിലേക്ക് വന്ന് വീഴുന്നു, ഏരിയ കുറയുന്നു, ആൻഡ് ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ബേൺഡ് അല്ലേ, ബേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ലെൻസിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ നമ്മൾ ലെൻസാണ് യൂസ് ചെയ്തത്, നമ്മൾ റീഡിങ് ലെൻസാണ് യൂസ് ചെയ്തത്. പക്ഷെ അത് എന്ത് ടൈപ്പ് ലെൻസാണ്, നമ്മുടെ കോൺവെക്സ് ലെൻസ് ആട്ടോ, കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ, അത് കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ലെൻസ്, കോൺവെക്സ് ലെൻസിനെ കുറിച്ചാണ് ഇപ്പം അതിലേക്കാണ് മിസ് എത്തിയത്. അപ്പോൾ നമുക്കറിയാം ലെൻസ് തന്നെ 2 എണ്ണം ഉണ്ട്. എന്താണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. മിസ് കാണിച്ചു തരാം. ഇത് നോക്കി, നിങ്ങൾ കാണണ്ടല്ലോ, എല്ലാവരും ക്ലിയർ ആയിട്ട് കാണണേ. ഇതാണ് നമ്മുടെ 2 ലെൻസ്. ഇതെന്താണ്, കോൺവെക്സ് ലെൻസും കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും കേട്ടോ. എന്താണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇത് നോക്കി, കോൺവെക്സ് ഓർ കൺവേർജിങ് ലെൻസ്, മറ്റേതിന്റെ കോൺകേവ് ഓർ ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതാണ് കോൺവെക്സ്, ഇതിന്റെ പേരിൽ തന്നെയുണ്ട്. കോൺവെക്സിലേക്ക് കൊടുക്കണമെന്ന് കോൺകേവ് ഒരെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മറ്റേത് പിന്നെ ഓർത്ത് വെക്കണ്ട. ഇത് കോൺകേവ്, ഇത് കോൺവെക്സ്, ഇത് അങ്ങനെ നിങ്ങൾ ആലോചിച്ച് വെക്കണ്ട. ഇത് നോക്കിയേ, കോൺകേവ് നമുക്ക് നോക്കാം. ആ കേവിലുണ്ട്, അതെന്താ, കേവ് അല്ലെ, ഗുഹ എന്നുള്ളൊരു പേരില്. നമുക്കറിയാം ഗുഹയിൽ എന്താണ്, ഉള്ളിലേക്കൊരു അറ പോലെ ഉണ്ട്, അറിഞ്ഞൂടെ, ഉള്ളിലേക്കൊരു അറ പോലെ ഉണ്ട് അല്ലെ, ഉള്ളിലേക്കാ പോകണം. അപ്പൊ ഇതേ നോക്കിയാൽ ഉള്ളിലേക്ക് പോയിരിക്കണത് ഏതാ, ഇങ്ങനെ. അപ്പൊ ഇതെന്താണ്, കോൺകേവ്. അപ്പൊ എന്താ, മറ്റേതെന്താ, കോൺവെക്സ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരെണ്ണം കോൺകേവ് ആണെങ്കിൽ ഒരെണ്ണം എന്താണ്, കോൺവെക്സ്. അപ്പൊ നിങ്ങൾക്ക് കോൺവെക്സ് ഞാൻ പഠിച്ചിരിക്കണം എന്ന് അങ്ങനെയല്ല, കോൺവെക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുള്ളപ്പോൾ കോൺവെക്സിനാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ പോലും നമ്മൾ കോൺകേവ് ഓർത്തിരുന്നാൽ നമുക്ക് എന്താ പോകും, മറ്റേതാണ് കോൺവെക്സ് എന്നുള്ള കാര്യം കത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കോൺകേവ് ഓർത്തിരിക്കാം. കോൺകേവ് എന്താ, കേവ് പോലെ അല്ലേ, നോക്കിയേ, ഒരു ഗുഹ പോലെ അല്ലേ.
ഒരു ഗുഹ പോലെയാണ്. ഗുഹ പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കണ്ടോ, ഒരു ഗുഹയിലേക്ക് കയറല്ലേ, അതായത് ഗുഹയിലേക്ക് ഇങ്ങനെ കയറുന്ന പോലെയല്ലേ, ഗുഹ പോലെ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത, കോൺകേവിന്റെ പ്രത്യേകത. അപ്പൊ ഒരെണ്ണം കോൺകേവ് ആണെങ്കിൽ ഒരെണ്ണം അത് മറ്റേതെന്തായിരിക്കും, കോൺവെക്സ് ആട്ടോ. അപ്പൊ ഈ കോൺകേവിനെയും കോൺവെക്സിനെയും നമുക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, കൺവേർജിങ് ലെൻസ് ആൻഡ് ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞ 2 പേരുണ്ട്. എന്താണ്, കോൺകേവിനെ നമുക്ക് എന്ത് ഡൈവേർജിങ് എന്നും കോൺവെക്സിന് എന്ത് ചെയ്ത് കൺവേർജ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണെന്നാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. ഇത് തന്നെ നോക്കിയാൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് മിസ് ഓൾറെഡി പറഞ്ഞു, ഇവിടെ യൂസ് ചെയ്തത് എന്താ, കോൺവെക്സ് ലെൻസാന്ന് പറഞ്ഞു, റീഡിങ് ലെൻസാ അല്ലേ. ഇത് നോക്കിയേ, ആ ലൈറ്റ്സ് ഒക്കെ കൂടി ആ ലെൻസിൽ കൂടി കടന്ന് എന്തോ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തല്ലേ. കണ്ടോ, എല്ലാ ലൈറ്റ്സും പാരലൽ ആയിട്ട് പോയ ലൈൻസ് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, എല്ലാം കൂടി ഒരു ഒറ്റ പോയിന്റിലേക്ക് വരുന്നു. എന്താണ്, ഒരു ഒറ്റ പോയിന്റിലേക്ക് വരുന്നു. കണ്ടോ, എല്ലാം കൂടി ഒരുമിച്ച് ഒരു പോയിന്റിലേക്ക് വന്നു. അതെന്താ, ഇതിനെന്താ പറയാ, കൺവേർജിങ് എന്നല്ലേ, അതായത് ഒരു ഒറ്റ പോയിന്റിലേക്ക് വരിക. അപ്പൊ ഇതിനെന്ത് പറയും, കൺവേർജിങ് എന്ന് പറയും. എന്താണ്, കൺവേർജിങ്. മനസ്സിലായോ? കണ്ടോ. അപ്പൊ ഡൈവേർജിങ് എന്തായിരിക്കും, ഇത് നോക്കിയേ, കൺവേർജിങ് കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ ഇത് നോക്കിയേ, ലൈറ്റ്സ് വന്ന് വീഴുന്നു. ലൈറ്റ്സ് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ഇതെന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങനെ വന്ന് വീഴും, ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് വീഴുന്നു. അതുകൊണ്ട് എന്താ, ഇതെല്ലാം കൂടി കൺവേർജ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി ഡൈവേർജിങ് ഫോഴ്സ് എന്ന് ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ, ഡൈവേർജിങ് ലെൻസ് ചെയ്തില്ല നമ്മുടെ കോൺകേവ് അല്ലെ. എന്താണ് കോൺകേവ്, കേവ് കണ്ടോ, കേവിലേക്ക് കോൺകേവ് ലെൻസാ. ഇതിന്റെ സംബന്ധിച്ച് ഇതെന്താ, ഡൈവേർജ് ചെയ്യും. ഡൈവേർജ് ചെയ്യുന്ന വെച്ചാൽ ഒരുമിക്കില്ല, അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോകും. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കണ്ടോ, ഇത് ഒരിക്കലും കൂട്ടിമുട്ടാത്ത ഒരു ലെൻസിനെയാണ് എന്ത് പറയാ, ഡൈവേർജിങ് ലെൻസ് എന്ന് പറയണ്ടാവും. മനസ്സിലായോ? കണ്ടോ, ഡൈവേർജിങ് കണ്ടോ, കൂട്ടിമുട്ടുന്നില്ല. മറ്റേതെന്തായിരുന്നു, കൺവേർജ് ചെയ്യുന്നു. ഇതെന്താന്ന്, ഡൈവേർജ് ചെയ്യുന്നു. അതാണിത് കൺവേർജിങ്ങും ഡൈവേർജിങ് എന്നും പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അതിന് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, ഇത് നോക്കിയേ, ഓരോ ഡിഫറൻസും എടുത്തെടുത്ത് പഠിക്കാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയണം പോയിന്റ്സ് എന്തൊക്കെയാന്നുള്ളത്. അപ്പം നമ്മളത് ഓർത്തിരിക്കാം. ഇത് നോക്കിയേ, കോൺവെക്സ് ലെൻസ് തിക്കർ അറ്റ് ദ സെന്റർ, തിന്നർ അറ്റ് ദ എഡ്ജ്. അതായത് നോക്കിയേ, കോൺവെക്സ് ലെൻസിന്റെ കേസ് തിക്കർ അറ്റ് ദ മിഡിൽ, സെന്റർ. കണ്ടോ, ഇത് നോക്കി, ഈ പോർഷൻ ഭയങ്കര കട്ടിയാൽ, ഇവിടെ ഭയങ്കര കട്ടിയായിട്ടാണ് ഈ പോർഷൻ ഇരിക്കേണ്ടത്. പക്ഷെ അറ്റത്തേക്ക് വരുമ്പോഴേക്കും എന്താ, ഇത് ഭയങ്കര തിന്നല്ലേ. എന്താണ്, അറ്റത്തേക്ക് ഭയങ്കര തിന്നാണ്, പക്ഷെ നടുക്ക് എന്താണ്, ഭയങ്കര കട്ടിയിലായിരിക്കണത്. പക്ഷെ കോൺകേവിന്റെ നോക്കിയേ, എഡ്ജിൽ എന്താ, ഭയങ്കര കട്ടിയിലല്ലേ. എന്താണ്, എഡ്ജിൽ ഭയങ്കര കട്ടിയിലും നടുക്ക് എന്താ, ഭയങ്കര തിന്നുമായിട്ടല്ലേ. അത് തന്നെയാണ് എന്ത്, ഒരു ഡിഫറൻസ് അല്ലേ. അതായത് നടുക്ക് കട്ടി കൂടിയതാണെങ്കിൽ അതെന്താ, കോൺവെക്സ് ലെൻസും, നടുക്ക് കട്ടി കുറവാണെങ്കിൽ എന്താ, കോൺകേവ് ലെൻസും. അപ്പൊ നമ്മൾ കട്ടി കൂട്ടിയതാണ്, കട്ടി കുറവാണ്, അങ്ങനെ പഠിച്ചു വെക്കണം. നമ്മുടെ മനസ്സിലേക്ക് ഈ ഇമേജ് വന്നാൽ, നമ്മളൊന്ന് കണ്ണടക്കുമ്പോൾ ഓക്കെ, ഈ ഇമേജ് ഇത് കോൺവെക്സ്, ഇത് കോൺകേവ് എന്നുള്ളൊരു തോട്ട് വന്നാൽ തന്നെ നമുക്കിത് എഴുതാം അല്ലേ. അതെ. ഇനി അടുത്തത് കോൾഡ് എ കൺവേർജിങ് ലെൻസ്, മറ്റേത് ഡൈവേർജിങ്. മിസ് ഓൾറെഡി പറഞ്ഞു എന്താണ് കൺവേർജിങ്, എന്താണ് ഡൈവേർജിങ് എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇനി അടുത്ത് ഓക്കെ, ബെൻഡിങ് ലൈറ്റ് റേസ് ഇൻവേർഡ്സ്, ബെൻഡിങ് ലൈറ്റ് റേ ഔട്ട്വേർഡ്സ്. അത് മിസ് ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു. കണ്ടോ, ഇതെന്താ, ഇത് ഇൻവേർഡ്സിലേക്കല്ലേ ലൈറ്റ്സ് വന്ന് ഇൻവേർഡ്, ഉള്ളിലേക്കാണ് വന്ന് വീഴുന്നത്. മറ്റേന്റെ കേസിലോ ഇത് ഔട്ട്വേർഡ്സ് ആണ് ലൈറ്റ്സ് വന്ന് പോകുന്നത്. എന്താണ്, ഔട്ട്വേർഡ്സ് ആണ് ലൈറ്റ് വന്ന് പോകുന്നത്. അതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പം മിസ് എന്തൊക്കെയാ പറഞ്ഞത്, എന്തെന്താ, കോൺവെക്സിൽ നടുക്ക് കട്ടി കൂട്ടിയതും എഡ്ജസ് കട്ടി കുറവായിരിക്കും. പിന്നെ അതെന്താ, കൺവേർജിങ് ലെൻസ് ആണ്. ആൻഡ് ഓൾസോ ദ ലൈറ്റ് റേ വിൽ ബി ഇൻവേർഡ്സ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നമ്മുടെ കോൺകേവിന്റെ. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി ക്യാൻ ഫോം റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. അതെ, റിയലും വെർച്വൽ ഇമേജും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇത് വെറുതെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്, ജസ്റ്റ് ഫോർ റെഫറൻസ്. അതായത് നമ്മളെന്താ, റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഒബ്ജക്റ്റിനാണോ കാണുന്നത് അത് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് പറയും,
റിയൽ ഇമേജ് എന്ന് പറയും. കാരണം ആ തന്നെ കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയും. ആൻഡ് ഓൾസോ വെർച്വൽ ഇമേജ് എന്ന് പറയുമ്പോഴേക്കും റിയൽ ഇമേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജ് ഫോം ചെയ്യണത് സ്ക്രീനിലായിരിക്കും. അതായത് നമ്മൾ ഒബ്ജക്റ്റ് കാണുന്നു, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അതൊരു സ്ക്രീനിലാണെങ്കിൽ അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേറെ സ്ഥലത്താണ് കിട്ടണമെങ്കിൽ അതിനെന്തേ റിയൽ ഇമേജ് എന്ന് പറയും. പക്ഷേ നമ്മളൊരു ഒബ്ജക്റ്റ് കാണുന്നു, ഇമേജ് ഫോം ചെയ്യണത് നമ്മൾ യൂസ് ചെയ്ത ആ ലെൻസിലോ അവിടെ എവിടെയെങ്കിലും ആണ് നമുക്ക് കാണണമെങ്കിൽ അതിനെന്ത് പറയും? വെർച്വൽ ഇമേജ് എന്ന്. അപ്പം റിയൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് വി സീ ആൻ ഒബ്ജക്റ്റ് ത്രൂ എ ലെൻസ് ഇറ്റ് വിൽ ബി ഷോൺ ഓൺ അനദർ സ്ക്രീൻ. വേറെ ഏതെങ്കിലും സ്ക്രീനിലാണ് കാണണമെങ്കിൽ റിയൽ ഇമേജ് ആണ്. പക്ഷേ ഇത് ഒരു ഒബ്ജക്റ്റ് ഒരു ലെൻസിൽ കൂടി കാണുന്നു, ആ ലെൻസിൽ തന്നെയാണ് അതിൻ്റെ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത്, നമ്മുടെ മിററിൻ്റെ കേസിലൊക്കെ. അപ്പം അത് അതിൽ തന്നെ കാണുന്നെങ്കിൽ അതിനെന്ത് പറയും? വെർച്വൽ ഇമേജ് എന്ന്. അപ്പം കോൺവെക്സ് ലെൻസിൽ റിയലോ വെർച്വലോ ഇമേജ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില കേസിൽ റിയൽ ഇമേജ് ഫോം ചെയ്യാം, ചില കേസിൽ വെർച്വൽ ഇമേജ് ഫോം ചെയ്യാം. പക്ഷേ കോൺകേവ് ലെൻസിൽ എന്ത് മാത്രമേ ഉള്ളൂ? വെർച്വൽ ഇമേജ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. ഇമേജ് മേ ബി മാഗ്നിഫൈഡ് ഓർ റെഡ്യൂസ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റീഡിങ് ക്ലാസ്സിൽ എന്താ കോൺവെക്സ് ലെൻസാലേ യൂസ് ചെയ്യുന്ന. റീഡിങ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ? അത് കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളായിരിക്കും അല്ലേ. റീഡിങ് ക്ലാസ് കൊണ്ട് കാണുമ്പോൾ നമുക്കതൊന്ന് വലുതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതെന്താ അതുകൊണ്ട് തന്നെ മാഗ്നിഫൈങ് ക്ലാസ് ലെൻസ് എന്നും കൂടി പറയും. ചില കേസിൽ അത് റെഡ്യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ കാണുന്ന ഒബ്ജക്റ്റിനെ ചെറുതാക്കാറുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് എന്തായിരിക്കും? ഇത് മാഗ്നിഫൈഡ് ആയിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിമിനിഷ്ഡ് ആയിരിക്കും, അത് സ്മോളർ ആയിരിക്കും. ഇത് എവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യണം എന്നറിയോ? നമ്മളെന്താ നമ്മുടെ വീട്ടില് ഡോറിനൊക്കെ ഒരു കീഹോൾ അല്ല പീ ഹോൾ എന്നോ എന്തോ പറയും, ഒരു കുഞ്ഞ് നമ്മൾ കണ്ണിങ്ങനെ ഇട്ട് നോക്കില്ലേ, അവിടെയൊക്കെയാണ് എന്തോ യൂസ് ചെയ്യണ്ടാവുക? ഈ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യണുണ്ടാവുക. കാരണം എന്താണ്? നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല, ആളെ ഫുള്ളായിട്ട് നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റും. അവിടെ യൂസ് ചെയ്യുന്ന കോൺകേവ് ലെൻസാണ്. അപ്പം അതെന്താ? കോൺകേവ് ലെൻസ് എന്താ? നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ സൈസിനെക്കാളും ചെറിയ സൈസിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? കോൺകേവ് ലെൻസ് കിട്ടുന്നുണ്ടാവുക. യൂസ്ഡ് ടു മാഗ്നിഫൈയിങ് ഗ്ലാസസ്, ക്യാമറ, മൈക്രോസ്കോപ്പ്. ഓൾറെഡി മിസ് പറഞ്ഞു ഇത് ക്യാമറയിലും നമ്മുടെ റീഡിങ് ഗ്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കോൺകേവ് ലെൻസ് എന്താ? മയോപ്പിയ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു, മിസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും, റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയയും ഒക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മയോപ്പിയയിലൊക്കെ ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്ന. പിന്നെ പീപ്പ് ഹോൾ, അതാണ് മിസ് ഉദ്ദേശിച്ചത്, നമ്മുടെ വാതിലിനൊക്കെ. ആ വാതിലിനൊക്കെ കേസിൽ എന്താണ്? നമ്മുടെ കോൺകേവ് ലെൻസ് ആട്ടോ. ക്യാൻ ഫോക്കസ് സൺലൈറ്റ് ഇൻ ടു ദ പോയിന്റ്. അത് നമ്മൾ കണ്ടല്ലോ, നമ്മൾ സൺലൈറ്റ് എടുത്ത് ഫോക്കസിലേക്ക് കൊടുത്തോണ്ടാണല്ലോ ഇതിരുന്ന് നിന്ന് കത്തിയത്, ആ പേപ്പർ കത്തിയില്ലേ. അപ്പം അതെന്താ? ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് സൺലൈറ്റ്സിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. കാൺ ഫോക്കസ് സൺലൈറ്റ് ടു എ പോയിന്റ്. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകല്ലേ ചെയ്യുക. അപ്പം നമുക്ക് സൺലൈറ്റ്സ് ഒക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താണ്? ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റും, ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല സൺലൈറ്റിന്. അപ്പം ഇതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മൾ ഓരോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കാണാപ്പാടം പഠിക്കണ്ട, നമ്മൾ ശ്രദ്ധിച്ചാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പം എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സൂപ്പറായിട്ട് പഠിക്കും അല്ലേ. ഇതൊക്കെ നിങ്ങൾ അപ്പം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും ബുക്കും പേപ്പറൊക്കെ വെച്ച് എടുക്കുക, അപ്പം തന്നെ നോട്ട് ചെയ്യുക. അപ്പം സിമ്പിളായില്ലേ? ഓക്കെ. അപ്പം നമ്മൾ കോൺകേവും കോൺവെക്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അതിൻ്റെ ഇമേജ് മനസ്സിൽ വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ന സാധനമാണ്, ഇതിന് ഇന്ന ഡിഫറൻസ് ആണ്. അത് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കോൺകേവും കോൺവെക്സ് ലെൻസും നമുക്ക് ലെറ്റേഴ്സ് വെച്ച് ഇത് ഏത് ലെൻസ് നമുക്കിപ്പോൾ ചിലപ്പോൾ കണ്ടിട്ട് മനസ്സിലായത് ഏത് ലെൻസാന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഒന്ന് നോക്കുമ്പോൾ, അത് ബുക്കിലേക്ക് നോക്കുമ്പോൾ, അത് വെച്ച് ആ ലെൻസ് വെച്ച് നമ്മൾ ബുക്കിലേക്ക് നോക്കുമ്പോൾ ആ ലെറ്റേഴ്സിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആ വഴി നമുക്ക് ഇത് ഏത് ലെൻസ്, ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒബ്സർവ് ദ ലെറ്റേഴ്സ് ത്രൂ ഈച്ച് ലെൻസ് ആൻഡ് മൂവ് ദ ലെൻസസ് ടു വൺ സൈഡ്. വാട്ട് ഡു യു ഒബ്സർവ്? അപ്പം നമുക്ക് ഒരു ബുക്ക് എടുക്കുന്നു, അതിനകത്ത് ലെറ്റേഴ്സ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഈ ലെൻസ് വഴി ഇങ്ങനെ ഓരോ ലെൻസ്, അതായത് കോൺകേവും കോൺവെക്സും നോക്കുക. കോൺകേവിൽ കൂടി നോക്കിയിട്ട് ഇത് നീക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതേപോലെ കോൺവെക്സിൽ കൂടി നോക്കിയിട്ട് ഇത് നീക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് നമുക്കറിയാം. വെൻ എ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ദ ലെറ്റേഴ്സ് അപ്പിയർ മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ഞാനിതൊരു ബുക്ക് എടുക്കാം കേട്ടോ. ഈ ബുക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? കോൺവെക്സ് ലെൻസ് എടുക്കാം.
കോൺവെക്സിന് റീഡിങ് ലെൻസ് എനിക്ക് എന്തായാലും അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നീക്കാം. അതായത് ഞാൻ ഈ ഡയറക്ഷനിലേക്ക് ലെൻസ് ഇങ്ങനെ നീക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് എഴുതിയേക്കുന്ന ലെറ്റേഴ്സ് ഇല്ലേ, അത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഫീൽ ആകും കേട്ടോ. എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അതേസമയം ഒരു കോൺകേവ് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലോ, ദ ലെറ്റേഴ്സ് അപ്പിയർ ടു മൂവ് ഓൺ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ലെൻസ് മൂവ്. പക്ഷെ അവിടുത്തെ കേസിൽ കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺകേവ് ലെൻസ് ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ലെറ്റേഴ്സ് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. എന്താണ്, കോൺകേവ് ലെൻസ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ ലെറ്റേഴ്സ് മൂവ് ചെയ്യാനായിട്ട് തോന്നും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് കോൺകേവ് ലെൻസ് ആണ്, ഇത് കോൺവെക്സ് ലെൻസ് ആണ്, നമുക്ക് ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ എന്താ എങ്ങനെയാണ് കോൺവെക്സ് ലെൻസിൽ കൂടി നോക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട്, നമുക്ക് എന്താ എങ്ങനെ തോന്നും, ഒരു കോൺകേവ് ലെൻസിൽ കൂടി നോക്കുമ്പോൾ എങ്ങനെ തോന്നും, ഇത് രണ്ടും നമ്മൾ നോക്കിയല്ലേ? ഈസി ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നോക്കിയേ, ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. ഇത് നോക്കിയേ, ഇതൊരു കോൺകേവ് ഇതൊരു സ്പിയർ ആണ്, ഇതൊരു സ്പിയർ ആണ്. ഈ രണ്ട് സ്പിയറും ഞാൻ ഓവർലാപ്പ് ചെയ്ത് വെച്ചപ്പോൾ നോക്കിയേ എന്ത് സംഭവിച്ചു നോക്കിയേ. കണ്ടു, നമുക്കൊരു കോൺകേവ് ലെൻസ് ഇങ്ങനെ കോൺവെക്സ് ലെൻസ് ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് തോന്നിയില്ല. എന്താണ് ഒരു കോൺവെക്സ് ലെൻസ് ഫോം ചെയ്തണ്ടില്ലേ? കണ്ടോ, ഒരു കോൺവെക്സ് ലെൻസ് ഫോം ചെയ്തല്ലേ? കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് കിട്ടി, ഈസി ആയിട്ട് കിട്ടി. കണ്ടോ, അപ്പൊ രണ്ട് സ്പിയേഴ്സ് വന്ന് നമ്മളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, ഒരു കോൺവെക്സ് ലെൻസ് കിട്ടിയല്ലേ? കോൺവെക്സ് ലെൻസ്. അതായത് ഇതിന് രണ്ട് റിഫ്രാക്ഷൻ, ഇത് നോക്കിയേ, റിഫ്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബെൻഡിങ് ഓഫ് ലൈറ്റ്സ് ഇൻ എൻ ലെവൻ ഇറ്റ് ഈസ് ഒബ്ലിക്കലി ഫോൾസ് ഓൺ എ സബ്സ്റ്റൻസ്. എന്ത് പറ്റും, അത് എന്താ ബെൻഡിങ് നടക്കും അല്ലെ? ഒരു റെയറർ ടു ഡെൻസർ മീഡിയം, ഡെൻസർ ടു റെയറർ മീഡിയം ആണെങ്കിൽ വെൻ വി അപ്ലൈ ഒബ്ലിക്കലി ലൈറ്റ് എന്ത് സംഭവിക്കും, അത് ബെൻഡിങ് സംഭവിക്കും. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുക. കണ്ടു, ഇതിനെന്താ ഇവിടെയും ഈ സ്പിയറിന് ഒരു എൻഡാണ് ഇത് അല്ലെ? ഇതാണ് ഈ സ്പിയറിൻ്റെ, അതായത് ഈ സ്പിയർ 1ന്റെ അറ്റമാണ് എന്ത്, ഇതെന്ന് പറയണത് അല്ലെ? എന്താണ് ഇതെന്ന് പറയണത്? അപ്പൊ അവിടെ കൂടി ലൈറ്റ് അടിച്ചാലും നമുക്ക് റിഫ്രാക്ഷൻ നടക്കും. അതേപോലെ ഈ സ്പിയർ 2 വെച്ച് നോക്കിയാൽ എന്ത് സംഭവിക്കും, നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കൂടി റിഫ്രാക്ഷൻ നടക്കും, അല്ലെങ്കിൽ നമുക്ക് ഡൈവേർജൻസ് നടക്കണായിട്ട് നമുക്ക് തോന്നും അല്ലേ? അപ്പൊ രണ്ട് സർഫസ് ഉണ്ടല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ എന്താ, ഇത് നോക്കിയേ, ഇതെന്താ കോൺകേവ് ലെൻസ്. അതായത് നേരത്തെ രണ്ട് സ്പിയേഴ്സ് ഓവർലാപ്പ് ചെയ്ത് വെച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, കോൺവെക്സ് ലെൻസ് കിട്ടിയത് അല്ലേ? പക്ഷെ ഈ രണ്ട് ലെൻസും ഓവർലാപ്പ് ചെയ്യാണ്ട് വെറുതെ അടുത്തടുത്ത് വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ കോൺകേവ് ലെൻസ് കിട്ടിയല്ലേ? എന്താണ് കോൺകേവ് ലെൻസ് കിട്ടിയില്ലേ? കണ്ടോ അതാ എന്താ പറയാ, ഫിസിക്സിന്റെ ഒക്കെ ഒരു വിളയാട്ടം തന്നെ പറയാം അല്ലെ? കണ്ടോ, ഒരു സ്പിയേഴ്സ് ഓവർലാപ്പ് ചെയ്ത് വെച്ചപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, കോൺവെക്സ് ലെൻസും. രണ്ട് സ്പിയർ അടുത്തടുത്ത് വെച്ചപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, കോൺകേവ് ലെൻസും അല്ലെ? കണ്ടോ, ഇവിടെയും എന്തുണ്ട് നമുക്കറിയാം, ലൈറ്റ്സ് ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ നമുക്ക് ഇവിടെയും എന്തുണ്ട്, നമുക്ക് ലൈറ്റ്സിനെ ഡൈവേർജ് ചെയ്ത് കളയാൻ പറ്റും, ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് കളയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത്, ഇങ്ങനെ ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ചാലും ഈ സർഫേസ് എന്തുണ്ട്, ഡൈവേർജിങ് ചെയ്യണുണ്ടല്ലോ. അപ്പൊ നമുക്ക് രണ്ട് സർഫേസും യൂസ് ചെയ്യാൻ പറ്റില്ലേ? അതെ, രണ്ട് സർഫേസും നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. നമ്മുടെ രണ്ട് ലെൻസിനും, കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും രണ്ട് സർഫേസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ലെൻസ് എന്ന് നോക്കിയാലോ. എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം ഇൻ വിച്ച് ദ റിഫ്രാക്ഷൻ സർഫേസ് ഈസ് പാർട്ട് ഓഫ് ദ സ്പിയർ. ലെൻസ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്. അതിനകത്ത് എന്ത്, റിഫ്രാക്റ്റിംഗ് സർഫേസ് ഉണ്ട്. ഈ ആ സ്പിയറിൽ രണ്ട് ഭാഗത്തും എന്തുണ്ട്, റിഫ്രാക്റ്റിംഗ് സർഫേസ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും, സ്പിയറിന്റെ റിഫ്രാക്റ്റിംഗ് സർഫേസ് ഉണ്ടെങ്കിൽ അതിനെന്താ പറയാ, ലെൻസ് എന്നാട്ടോ പറയാ. എ ലെൻസ് ഈസ് എ ട്രാൻസ്പെറന്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫേസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. അതെ, രണ്ട് സ്പിയർ വെച്ചാണ് നമ്മൾ എന്ത് പറയണം, ഓരോ ലെൻസ് ഉണ്ടാക്കിയെന്ന് മിസ് പറഞ്ഞു. ആ രണ്ട് പാർട്ടിലും എന്താണ്, റിഫ്രാക്റ്റിംഗ് സർഫേസ് ഉണ്ടല്ലേ? ആ സ്പിയറിന്റെ പാർട്ടായിരിക്കും ഒരു സർഫേസ്,
മറ്റേ സ്പിയറിന്റെ പാർട്ടായിരിക്കും അടുത്ത സർഫസ്. അങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിനാണ് നമ്മൾ എന്ത് പറയുക, ലെൻസ് എന്ന് പറയാട്ടോ. അപ്പൊ ആരും എല്ലാവർക്കും മനസ്സിലായില്ലേ ലെൻസ് എന്താണെന്നും എന്താണ് കോൺവെക്സ് ലെൻസും എന്താണ് കോൺകേവ് ലെൻസെന്നും? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ ലെൻസിനെ കുറിച്ചും കോൺവെക്സ് ലെൻസ് എല്ലാം നോക്കിയല്ലേ. എന്തിനാ നമ്മളിപ്പോ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നാളെ പീപ്പ് ഹോളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണല്ലേ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഫിസിക്സ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളുടെ കൂടിയാ അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് ടേംസ് അറിയണം. എന്താണ് ഈ ലെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് അറിയണം. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ ആ ടേംസ് ഏതൊക്കെയെന്നാണ് മിസ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഇത് നോക്കിയേ, ഇത് മിസ് നേരത്തെ കാണിച്ച ഇമേജ് തന്നെ. ഇത് നമ്മൾ രണ്ട് സ്പിയർ ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കി. അതേപോലെ തന്നെ വേറെ 2 സ്പിയർ വെച്ച് ഒരു കോൺകേവ് ലെൻസും ഉണ്ടാക്കിയല്ലേ. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയേ, ഒപ്റ്റിക് സെന്റർ. അതാണ് നമുക്ക് ഫസ്റ്റ് അറിയേണ്ട ടേം. അതിന് ഒപ്റ്റിക് സെന്റർ എന്ന് പറയാൻ കാരണം ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് സെന്ററിലുള്ള ഒരു സാധനത്തിന് പറയും ഒപ്റ്റിക് സെന്റർ എന്ന്. അതൊന്നുമില്ല. അതായത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസ്, അതായത് ആ ലെൻസിന്റെ സെന്റർ പോർഷനെ നമ്മൾ എന്ത് പറയും, ഒപ്റ്റിക് സെന്ററിന്. 2 ലെൻസിനും, അതായത് നമ്മുടെ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും എല്ലാ ടേംസും 2 ലെൻസിനും ബാധകമായിട്ടുള്ള കേട്ടോ. അതായത് ഏത് ലെൻസാണോ നമ്മൾ എടുക്കുന്നത്, കോൺകേവ് ആവട്ടെ കോൺവെക്സ് ആവട്ടെ, അതിന്റെ മിഡ് പോയിന്റിനെ നമ്മൾ എന്ത് പറയും, ഒപ്റ്റിക് സെന്ററിന്. മനസ്സിലായില്ലേ? നമ്മൾ സാധാ സെന്റർ എന്ന് പറയുന്നത് ഒരു ലെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഒപ്റ്റിക് സെന്ററിന് പേരിട്ട് വിളിച്ചു. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ ഒപ്റ്റിക് സെന്ററിനെ കുറിച്ച് നോക്കി. ഇനി സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്താന്നാ നമുക്കറിയാം. സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ 2 സ്പിയേഴ്സ് ചേർത്താണ് നമ്മൾ 2 കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ 2 ഉണ്ടാക്കിയേക്കണത് ആണല്ലോ. അപ്പൊ അതേ നോക്കിയേ, ഈ സ്പിയറിന് ഒരു സെന്റർ പോയിന്റ് ഉണ്ടാവുമല്ലോ. എന്താണ് ആ സ്പിയറിന്? ഇപ്പം ഈ 2 കേസിലാണെങ്കിലും ഈ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും, ഈ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. മിഡ് പോയിന്റ് എന്ന് പറയും. അതിനാണ് എന്ത് പറയാ, സെന്റർ ഓഫ് കർവേച്ചർ എന്ന്. അതായത് നമുക്കറിയാം ഇതൊരു സ്പിയർ ആണ്, ഇതൊരു സ്പിയർ ആണ്. ആ സ്പിയറിന്റെ സെന്ററിന് പറയും നമ്മൾ എന്ത്, സെന്റർ ഓഫ് കർവേച്ചർ എന്ന്. അത്ര ഉള്ളു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്? 2 സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട് 2 കേസിലും. ആൻഡ് ഓൾസോ മിസ് പറഞ്ഞായിരുന്നു ഇതൊരു റിഫ്രാക്റ്റീവ് സർഫസ് ആണ്, അതൊരു റിഫ്രാക്റ്റീവ് സർഫസ് ആണ്. ഞാൻ ഓൾറെഡി പിന്നെയും പറഞ്ഞു, നമുക്ക് 2 സൈഡിൽ കൂടിയും ലൈറ്റ് ഇട്ടാൽ നമുക്ക് കൺവേർജിങ്ങും ഡൈവേർജിങ്ങും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. കാരണം നമ്മൾ 2 സ്പിയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്പിയേഴ്സിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, സെന്റർ ഓഫ് കർവേച്ചർ എന്ന്. മനസ്സിലായല്ലോ? അതുകൊണ്ട് C1 C2 അത് കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും നമ്മൾ അത് തന്നെ നോക്കണം കേട്ടോ. C1 C2 ഇസ് എ സെന്റർ ഓഫ് ദ സ്പിയർ. ഓക്കെ, അപ്പൊ ഒപ്റ്റിക് സെന്റർ എന്താ, ലെൻസിന്റെ സെന്റർ. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തെന്താ, ഒപ്റ്റിക് ആക്സിസ്. Optic axis is the imaginary line passes through the center of curvature and optic center of the line. നമുക്കറിയാം അതെന്താ, ഒരു ഇമാജിനറി ലൈൻ ആണ്. ഇമാജിനറി ലൈൻ എന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെ ഒരു ലെൻസിൽ കൂടി ലൈൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മളൊരു ലെൻസ് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇതിന്റെ ദീ പോണ ലൈനാണ് നമ്മുടെ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ അവിടെ അവർ ചോദിക്കേ എവിടെ ലൈൻ എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഇമാജിനറി ലൈൻ ആണ്. പക്ഷെ അവിടെ ഒരു ലൈൻ എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുക, നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിനെയും ഒപ്റ്റിക് സെന്ററിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയാ നമ്മുടെ ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയാം. മനസ്സിലായോ? അത് ഈ കേസിലാണെങ്കിലും ഈ കേസിലാണെങ്കിലും ലൈൻ ജോയിനിങ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഒപ്റ്റിക് സെന്റർ, ഇറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക് ആക്സിസ്. ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ദ ലാസ്റ്റ് ടേം അപ്പർച്ചർ. ദ ഏരിയ ഓഫ് ലെൻസ് ത്രൂ വിച്ച് light passes is called aperture. In optical instruments such as camera, microscope, the aperture can be varied by using the stop. Okay, ഇത് നോക്കിയേ, അപ്പർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ.
എന്താണ് സാധനം ഇത്ര ഇതാണ്ടോ ഇവിടെ ആയിരിക്കുമല്ലേ നമ്മുടെ ലൈറ്റ്സും ഏരിയ ലൈറ്റ്സ് വന്ന് വീഴുന്ന സ്ഥലം ഏതാ ഈ പോർഷൻ ആയിരിക്കില്ലേ ഈ പോർഷനാണ് ആ ലൈറ്റ്സ് വന്ന് വീഴുന്ന ആ ഏരിയനെയാണ് എന്ത് പറയാ അപ്പാർച്ചർ എന്ന് പറയും ഇപ്പൊ രണ്ട് കേസിലാണ് രണ്ട് സൈഡിലും എന്തുണ്ട് ഏരിയ ഓഫ് ലൈറ്റ്സ് വന്ന് വീഴുന്നുണ്ട് അല്ലെ അപ്പൊ ഈ പോർഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ അപ്പാർച്ചർ എന്ന് പറയാ ദ ഏരിയ വേർ ദ ലൈറ്റ് ഗെറ്റ് ഫോൾസ് മനസ്സിലായല്ല ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് കണ്ടോ ലൈറ്റ് പാസ് ചെയ്യുന്ന ആ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാ അപ്പർച്ചർ എന്ന് പറയാ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ 4 ടേംസ് പഠിച്ചു ഒന്ന് ഫസ്റ്റ് പഠിച്ചത് ഒപ്റ്റിക് സെന്റർ അതെന്താണ് ലെൻസിന്റെ സെന്റർ ആണ് സെക്കൻഡ് പഠിച്ചത് എന്താ സെന്റർ ഓഫ് കർവേച്ചർ അത് ആരുടെ സെന്റർ ആണ് സ്പിയറിന്റെ സെന്റർ നമുക്കറിയാം 2 സ്പിയേഴ്സ് കൂടിച്ചേർന്നാണ് നമ്മൾ എന്താ കോൺവെക്സും കോൺകേവ് ലെൻസും ഉണ്ടാക്കുന്നത് ആ സ്പിയറിന്റെ സെന്ററിനെ നമ്മൾ എന്ത് പറയും സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും ആൻഡ് ദ തേർഡ് ടേം എന്താ ഒപ്റ്റിക്സ് ആക്സസ് ഒപ്റ്റിക് ആക്സസ് എന്ന് പറയാൻ പേര് തന്നെ ഉണ്ടല്ലേ നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിനെ ഒപ്റ്റിക് സെന്ററിനെയും കൂടി യോജിപ്പിക്കുന്ന ഒരു ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ ഒപ്റ്റിക് ആക്സസ് എന്ന് പറയാ പിന്നെ അപ്പാർച്ചർ നമുക്കറിയാം നമ്മളിപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഈ ലൈറ്റ് അടിക്കുന്നു അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷനിൽ കൂടി മാത്രമല്ലേ ലൈറ്റ് പോകുള്ളൂ ആ പോകുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ അപ്പാർച്ചർ എന്ന് അത് 2 സൈഡിൽ കൂടി നടക്കാന്നുകൊണ്ട് 2 സൈഡിൽ അപ്പാർച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഓക്കെ സെറ്റ് അല്ലേ ഓക്കെ ഇനി നമ്മൾ പഠിക്കാം ഇനി നമ്മളൊരു എക്സ്പെരിമെന്റ് അതിന് മുമ്പ് എക്സ്പെരിമെന്റിന് മുമ്പ് എന്താ വിച്ച് ഫിഗർ റെപ്രസെന്റ് ദ കോൺവെക്സ് ലെൻസ് ആൻഡ് വിച്ച് വൺ റെപ്രസെന്റ് കോൺകേവ് ലെൻസ് നമുക്കറിയാം നമ്മൾ പഠിച്ചു ഈ എ ആണെന്ത് കോൺവെക്സ് ലെൻസും ഈ ബി ഇതാണെന്ത് കോൺകേവ് ലെൻസ് കേട്ടോ ഓക്കെ വാട്ട് ഡു C1 ആൻഡ് C2 ഇൻഡിക്കേറ്റ് എന്താണ് C1 ഉം C2 എന്താ മിസ് പറഞ്ഞല്ലേ സെന്റർ ഓഫ് കർവേച്ചർ സെന്റർ ഓഫ് കർവേച്ചർ സെന്റർ ഓഫ് കർവേച്ചർ സിമ്പിൾ അല്ലേ വിച്ച് റെഫർ ടു ദ ഒപ്റ്റിക് സെന്റർ ഇതിനകത്ത് C1 ആണോ O ആണോ C2 ആണോ ഒപ്റ്റിക് സെന്ററിന് കാണിക്കുക അഫ്കോഴ്സ് O ആ പേരിൽ തന്നെ ഉണ്ടല്ലേ എന്താണ് O വിച്ച് റെപ്രസെന്റ് ദ ഒപ്റ്റിക് ആക്സസ് ഒപ്റ്റിക് ആക്സസ് ഏതാന്ന് ചോദിച്ചാൽ എന്താ അതൊരു ഇമാജിനറി ലൈൻ ആണല്ലോ അപ്പൊ നമുക്ക് ഇന്നറ്റം മുതൽ അങ്ങേറ്റം വരെയും പറയണം അപ്പൊ എന്താ C1 ഉം ഓയും C2 കൂടി ചേരുന്നതാണല്ലോ എന്ത് ഒപ്റ്റിക് ആക്സസ് എന്ന് പറയണ്ടാവുക എന്താണ് C1 ഉം ഓയും C2 കൂടി ചേരുന്നതാണ് എന്ത് ഒപ്റ്റിക് ആക്സസ് മനസ്സിലായില്ലേ സിമ്പിൾ അല്ലേ ഓക്കെ ഇനി ഒരു എക്സ്പെരിമെന്റ് വെച്ച് വേറെ 2-3 ടേംസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ തീർന്നു ഓക്കെ ഇതെന്താണ് ഒരു ലൈറ്റ് ഞാൻ അടിക്കുന്നു ഇവിടെ എന്ത് ലെൻസാ വെച്ചേക്കുന്നത് ഓഫ്കോഴ്സ് ഇതെന്താ കോൺവെക്സ് ലെൻസാ എന്ത് ലെൻസാണ് കോൺവെക്സ് ലെൻസാണ് മിസ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ് ആ കോൺവെക്സ് ലെൻസിലേക്ക് ലൈറ്റ് വന്ന് അടിക്കുന്നു ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു ഓഫ്കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പോയിന്റിൽ വന്ന് എന്ത് ചെയ്യും ഇതെല്ലാം കൂടി യോജിക്കുമെന്ന് മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ ഇറ്റ് വിൽ ബി കൺവേർജ്ഡ് അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് എന്ത് ചെയ്യും കൺവേർജ് ചെയ്യും ഓക്കെ അതാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ നമുക്കത് ഇത്രയും കൂടി ക്ലാരിഫൈ ആയിട്ട് കാണിച്ചു തരാം മിസ് ക്ലിയർലി കാണിക്കാം ഓക്കെ ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് ആ കോൺവെക്സ് ലെൻസിൽ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒപ്റ്റിക് സെന്റർ എന്താണിത് ഒപ്റ്റിക് സെന്റർ ഉണ്ട് പിന്നെന്താ ഒപ്റ്റിക് സെന്റർ ആണ് ഇപ്പൊ മിസ് പഠിപ്പിച്ചേക്കുന്നത് കണ്ടോ ലൈറ്റ്സ് വന്ന് ഇവിടെ നിന്നാണ് ഈ സൈഡിൽ നിന്നാണ് ഞാൻ ലൈറ്റ്സ് കൊടുക്കുന്നത് ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വന്ന് അടിക്കുന്നു ഓഫ്കോഴ്സ് ഇത് വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് എന്ത് ചെയ്യുന്നു കൂടി ചേരുന്നു അല്ലേ ആ പോയിന്റിന് നമ്മൾ എന്ത് പറയും ഫോക്കസ് എന്ന് പറയും എന്താണ് ഫോക്കസ് ആ പോയിന്റിന് നമ്മൾ എന്ത് പറയും ഫോക്കസ് കണ്ടോ ആ പോയിന്റിന് നമ്മൾ എന്ത് പറയും ഫോക്കസ് എന്ന് പേര് കൊടുത്തു കേട്ടോ ഫോക്കസ് ഇനി അതേ സമയം തന്നെ നമ്മൾ പറഞ്ഞു 2 റിഫ്രാക്റ്റീവ് സർഫേസ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് മാത്രമല്ല ഈ സൈഡിൽ നിന്ന് അടിച്ചാലും എന്ത് സംഭവിക്കുന്നു കൺവേർജ് ചെയ്യും അല്ലെ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്താ ഇവിടെയും ഒരു ഫോക്കസ് ഉണ്ട് ഇവിടെയും എന്തുണ്ട് ഒരു ഫോക്കസ് ഉണ്ട് കണ്ടോ 2 സൈഡിലും ഫോക്കസ് ഉണ്ട് കേട്ടോ അപ്പൊ ഏത് പോയിന്റാണ് ലൈറ്റ് വന്ന് കൺവേർജ് ചെയ്യണത് അതിനെന്ത് പറയും ആ പോയിന്റ് ആണെന്ത് ഫോക്കസ് മനസ്സിലായോ ഓക്കെ അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചല്ലേ അപ്പൊ അതിനൊരു ടേം ഉണ്ട് ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സസ് ഇൻഡിക്കേറ്റ് ഓൺ ദ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്
ദിസ് പോയിന്റ് ഓഫ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചെന്താ, അതിനാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയണ്ടാവുക? അതായത് ഒരു ലൈറ്റ് വന്ന് റിഫ്രാക്ട് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്റ്റിൽ വന്ന് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. അതായത് എല്ലാം കൂടി ഒരുമിക്കും. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയാം. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഈ പോയിന്റ് വന്ന് ഫോക്കസ് ചെയ്യാൻ അല്ല, എല്ലാം കൂടി ചേരുന്ന അവിടേക്ക് ഫോക്കസിലായിരിക്കും. അതിനാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയാം. ഓക്കെ, ഇതേ എക്സ്പെരിമെന്റ് നമ്മളൊരു കോൺകേവ് ലെൻസ് വെച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. മറ്റേ കേസിൽ നമുക്കറിയാം അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടി ചേരും എന്ന് പറയും. പക്ഷെ ഈ കേസിലോ കൂടി ചേരോ? ഇല്ല. അതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോലെ എന്താണ് ഡൈവേർജ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഫോക്കസ് ഉണ്ടാകോ? അത് നിങ്ങൾക്ക് അറിയില്ലല്ലേ? ആ മിസ് പറഞ്ഞുതരാം. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലൈറ്റ് വന്ന് വീഴുന്നു കോൺകേവ് ലെൻസിലേക്ക്. കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും, അതിന് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് എല്ലാം ഡൈവേർജ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യും, അതിന് വഴിയുണ്ട്. മിസ് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താ, ഇതെല്ലാം കൂടി ഇങ്ങനെ പോകാം. നമുക്കറിയാം ഇതിങ്ങനെ സ്പ്ലിറ്റായി പോകും. പക്ഷെ നമ്മളങ്ങനെ വെറുതെ വിടില്ല. കണ്ടോ, ഇതിനൊക്കെ എന്ത് ചെയ്യും, ബാക്കിലേക്ക് ഡോട്ട്സ് ഇട്ട് കണ്ടോ, ഈ ലൈൻസിനെയൊക്കെ ബാക്കിലേക്ക് ഡോട്ട്സ് ഇട്ട് ഇങ്ങനെ വന്ന് കണ്ടോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യുന്നു, കണ്ടോ ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് വന്നു. കണ്ടോ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആ പോയ ലൈറ്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിലേക്ക് ഒരു ലൈൻ ബാക്കിലേക്ക് ജോയിൻ ചെയ്ത് എല്ലാത്തിനെയും കൂടി ഒരു ഒറ്റ പോയിന്റിലേക്ക് എത്തുന്നു. അപ്പം നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് കൊടുത്തത് ആ ഡയറക്ഷനിൽ തന്നെ എന്ത് ഫോം ചെയ്യുന്നു, ഇമേജും ഫോം ചെയ്യുന്നു കേട്ടോ. മനസ്സിലായല്ലോ? ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക, ലൈറ്റ് തട്ടി, പക്ഷെ അതെല്ലാം കൂടി എന്ത് സംഭവിക്കുന്നു, ഒരൊറ്റ പോയിന്റിൽ വന്ന് ഫോക്കസ് ചെയ്യുന്നു. ആ പോയിന്റിനെ എന്താ പറയാ, ഫോക്കസ് എന്ന് പറയാം. എന്താ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺകേവ് ലെൻസ് എന്ന് പറയും. മനസ്സിലായോ? രണ്ട് പോയിന്റിലും ലൈറ്റ് ഇമേജ് വന്ന് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. പക്ഷെ കോൺകേവ് കേസിലാണെങ്കിൽ അതെന്താ സെയിം ഡയറക്ഷൻ, നമ്മളെ ഒബ്ജക്റ്റ് എവിടെ വെച്ചത് ആ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. പക്ഷെ കോൺകേവിന്റെ കേസിൽ ഏത് ഡയറക്ഷനിലാണോ ഒബ്ജക്റ്റ് വെച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ഫോം ചെയ്യുക, ഇമേജ് ഫോം ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, സെറ്റ്. കണ്ടോ കണ്ടോ ലൈറ്റ് റേ നിയർ ആൻഡ് പാരലൽ ടു ദ optics axis incident on a concave lens after refraction appear to diverge from a point on the optic axis on the same direction of lens. This point is called the principal focus of concave lens. മനസ്സിലായോ? മിസ് പറഞ്ഞാൽ തന്നെ അത് ഇംഗ്ലീഷ് വേർഷനിൽ എഴുതി വെച്ചെന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ തീർന്നു. ഇനിയാണ് അറിയേണ്ടത് പ്രിൻസിപ്പൽ ഫോക്കസ് ലെങ്ത് അല്ലെങ്കിൽ എന്താ ഫോക്കൽ ലെങ്ത് എന്ന് പറയണത്. ഫോക്കൽ ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ് ടു പ്രിൻസിപ്പൽ ആക്സിസ്. സിമ്പിൾ ആണ്. ഇത് നോക്കിയേ, ഈ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്നും ഈ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോക്കൽ ലെങ്ത് എന്ന്. എന്താണ് ഫോക്കൽ ലെങ്ത്? ഓക്കെ, മനസ്സിലായല്ലോ? ഒപ്റ്റിക് സെന്ററിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയാ, ഫോക്കസ് എന്ന് പറയാം. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസിന് എന്ത് ലെറ്റർ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും? പ്രിൻസിപ്പൽ ഫോക്കസിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് വെച്ചാണ് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഫോക്കൽ ലെങ്തിനെ എന്ത് ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും? സ്മോൾ ലെറ്റർ. ഓക്കെ, ഫോക്കൽ ലെങ്തിന് സ്മോൾ ലെറ്റർ എഫും പ്രിൻസിപ്പൽ ഫോക്കസിന് ക്യാപിറ്റൽ എഫും. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വന്ന് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ ആ പോയിന്റ് ആണ് എന്ത് പ്രിൻസിപ്പൽ ഫോക്കസ്. ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോക്കൽ ലെങ്ത് എന്നും പറയാം. അപ്പൊ അത് രണ്ട് കേസിലും അങ്ങനെ തന്നെ കേട്ടോ. മനസ്സിലായോ? ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് എത്ര ടേംസാ പഠിച്ചത്? ഒപ്റ്റിക് ആക്സിസ് പഠിച്ചു, ഒപ്റ്റിക് സെന്റർ പഠിച്ചു, സെന്റർ ഓഫ് കർവേച്ചർ പഠിച്ചു, അപ്പാച്ചർ പഠിച്ചു, പ്രിൻസിപ്പൽ ഫോക്കസ് പഠിച്ചു, ആൻഡ് ഫോക്കൽ ലെങ്ത്തും പഠിച്ചു അല്ലെ. നമ്മൾ 6 ടേംസും പഠിച്ചു. പക്ഷെ 6 ടേംസ് കൺഫ്യൂസിങ് ഒന്നും അല്ല, എല്ലാം ഈസിയാ അല്ലെ, സിമ്പിൾ ആയിട്ട് പഠിച്ചല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ
ലെൻസിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായത്. എന്താണ് ലെൻസ്, എന്താണ് ബേസിക് ആയിട്ടുള്ള ലെൻസിന്റെ ടേംസിനെ കുറിച്ചൊക്കെ പഠിച്ചു. നമ്മൾ സെറ്റാക്കി അല്ലേ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് ഇടാം. മിസ് ഇതിൻ്റെ ബാക്കി സെക്ഷനായിട്ട് അടുത്ത സെക്ഷനും ആയിട്ട് വരാട്ടോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഓക്കെ ബൈ.